Next question. In a rectangle, one side is 2 units more than the other side. If the area is 224 square units, find the length of the sides. ഒരു റെക്റ്റാങ്കിൾ അതിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 2 യൂണിറ്റ്സ് കൂടുതലായിരിക്കും. ഏരിയ 224 സ്ക്വയർ യൂണിറ്റ്സ് ആണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ വരച്ച് നോക്കാം. ഒരു സൈഡിന് നമുക്ക് എക്സ് ആയിട്ട് കൊടുക്കാം. സോ ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എക്സ്. മറ്റേ സൈഡ് അതിനേക്കാളും 2 കൂടുതൽ. അപ്പോൾ ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2. നമുക്ക് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട് 224 സ്ക്വയർ യൂണിറ്റ്സ്. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 224 സ്ക്വയർ യൂണിറ്റ്സ്. നമുക്ക് ബ്രെഡ്ത്ത് അറിയാം എക്സ് ആണ്, ലെങ്ത് അറിയാം എക്സ് പ്ലസ് 2. സോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 224. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2x ഈക്വൽ ടു 224. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 224. നമുക്കതിന് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ ഫോമിലോട്ടാക്കുവാൻ വേണ്ടി രണ്ട് വശത്തും 1 കൂട്ടിക്കൊടുക്കും. ആ 1 എങ്ങനെ കിട്ടണേന്ന് വെച്ചാൽ നമ്മളവിടെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡാണ് ചെയ്യണത്. എക്സിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ അല്ലെങ്കിൽ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ്, ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് 2, 2ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ നമ്മൾ രണ്ട് വശത്തും 1 കൂട്ടിക്കൊടുക്കും. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 224 പ്ലസ് 1. അതിന് നമുക്ക് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 225 എന്ന് എഴുതാം. 125നെ നമുക്ക് 15 ഇൻറ്റു 15 എന്ന് എഴുതാം. സോ 15 എന്ന് പറയുന്നത് 225ൻ്റെ റൂട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് 225നെ മറ്റ് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതായത് -15 ഇൻറ്റു -15 ഈസ് ഈക്വൽ ടു 225 ആണ്. അതുകൊണ്ട് ഇവിടെ എക്സ് പ്ലസ് 1ന് 2 സൊല്യൂഷൻസ് ഉണ്ട്, പ്ലസ് 15ഉം മൈനസ് 15ഉം. സോ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് 15. രണ്ട് കേസസ് വരും. ഫസ്റ്റ് കേസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 15. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 15 മൈനസ് 1 ഈക്വൽ ടു 14. രണ്ടാമത്തെ കേസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 15. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 15 മൈനസ് 1 ഈക്വൽ ടു മൈനസ് 16 കിട്ടും. ഏതൊരു റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ സ്ക്വയർ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ലെങ്ത്തും ബ്രെഡ്ത്തും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ എക്സ് ഈക്വൽ ടു മൈനസ് 16 എടുക്കില്ല, പകരം എക്സ് ഇസ് ഈക്വൽ ടു 14 എടുക്കും. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ്ത്ത് ആയിരുന്നു. സോ ലെങ്ത്ത് എന്ന് പറയുന്നത് അതിനോട് 2 കൂടുതൽ. ലെങ്ത്ത് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 14 പ്ലസ് 2 ഈക്വൽ ടു 16. സോ നമുക്ക് ലെങ്ത്ത് ഈക്വൽ ടു 16 യൂണിറ്റ്സ് എന്നും കിട്ടി, ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 14 യൂണിറ്റ്സ്. Next question. Product of a number and 4 more than the number gives 480. Find the numbers. ഒരു നമ്പറും ആ നമ്പറിനോട് 4 കൂട്ടിയതും തമ്മിൽ ഗുണിക്കുമ്പോൾ 480 കിട്ടും. അങ്ങനെയെങ്കിൽ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒരു നമ്പറിന് എക്സ് ആയിട്ട് എടുക്കാം. സോ മറ്റേ നമ്പർ എന്ന് പറയുമ്പോൾ അതിനോട് 4 കൂട്ടിയത്. സോ ഇഫ് വൺ നമ്പർ ഈസ് എക്സ് then the next number will be എക്സ് പ്ലസ് 4. അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 480 എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. സോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 480. ഇനി അതിൻ്റെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 480. നമുക്ക് ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലോട്ട് ആക്കാൻ വേണ്ടി നമ്മളിവിടെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡാണ് ചെയ്യണത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എടുക്കുക. എക്സിൻ്റെ ഒപ്പം കിടക്കണ നമ്പർ അത് 4 ആണ്. 4ൻ്റെ പകുതി. സോ 4 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2 ആണ്. അതിൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4. അത് രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ഈക്വൽ ടു 480 പ്ലസ് 4 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4നെ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 484. റൂട്ട് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട്
എക്സ് പ്ലസ് ടു റൂട്ട് 484 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ 22 വരും, -22 വരും. 22 × 22 484 ആണ്. അതുപോലെ തന്നെ -22 × -22 484 ആണ്. സോ എക്സ് പ്ലസ് ടുവിന് 2 സൊല്യൂഷൻസ് ഉണ്ട്, +22 -22. ഫസ്റ്റ് കേസ് എക്സ് പ്ലസ് 2 = 22. അങ്ങനെയാണെങ്കിൽ എക്സ് = 22 - 2 = 20. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 4 = 20 + 4 24. അത് നമുക്ക് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 = 480 ഇട്ട് നോക്കുമ്പോൾ 24 × 20 എന്ന് പറയുന്നത് 480 ആണ്. സെക്കൻഡ് കേസ് എക്സ് പ്ലസ് 2 = -22. സോ എക്സ് = -22 - 2. എക്സ് = -24 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 4 എന്ന് പറയുമ്പോൾ -24 + 4. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 4 = -20 കിട്ടി. എക്സ് പ്ലസ് 4 × എക്സ് = 480 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -24 × -20 = 480 കിട്ടി. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് 20, 24 or -24, -20. ഇതാണ് 2 സൊല്യൂഷൻസ്. Product of the number and 2 more than that number gives 168. Find the number. So, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറും ആ നമ്പറിനോട് 2 ആഡ് ചെയ്യുമ്പോഴും അവ തമ്മിലുള്ള പ്രൊഡക്റ്റ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 168 കിട്ടുന്നു എങ്കിൽ ഫൈൻഡ് ദ നമ്പർ. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ നമ്പറിനെ എക്സ് എന്ന് കൺസിഡർ ചെയ്യുക. ദെൻ 2 more than that number എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2. സോ പ്രൊഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ x × x plus 2 is equal to 168. Then നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ x² + 2x is equal to 168. By completing the square method, അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x² + 2x + 1 is equal to 168 + 1. That means x + 1 the whole square is equal to 169. ദെൻ രണ്ടിടത്ത് നമ്മൾ സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 1 is equal to √169. നമുക്കറിയാം √169 എന്ന് പറയുന്നത് 13 ആണ്. സോ എക്സ് പ്ലസ് 1 is equal to ±30. ദെൻ ഇവ രണ്ടായിട്ട് നമുക്ക് എഴുതാം. അതായത് എക്സ് പ്ലസ് 1 is equal to 13, ദെൻ എക്സ് പ്ലസ് 1 is equal to -30. സോ എക്സിന്റെ വാല്യൂ എങ്ങനെയൊക്കെ കിട്ടും? എക്സ് is equal to 13 - 1 is equal to 12 and x is equal to -13 - 1 is equal to 40. So the first case, അതായത് എക്സിന് നമുക്കിപ്പോൾ 12 എടുക്കാം എങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇക്വേഷൻ ആയ x × x + 2 is equal to 160 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആദ്യമായി അതിനുള്ളിലുള്ള x + 2ന്റെ വാല്യൂ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. സോ x + 2 is equal to 12 + 2 = 40. So substitute that equation, we get x × x + 2 is equal to 168. അതായത് 12 × 14 = 168. അതുപോലെ തന്നെ സെക്കൻഡ് കേസ്, അതായത് x is equal to -14. നമ്മുടെ മെയിൻ ഇക്വേഷൻ ആയ x × x + 2 is equal to 168 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് അതിനുള്ളിലുള്ള x + 2 എന്ന നമ്പറിന്റെ വാല്യൂ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. സോ x + 2 is equal to, ഇവിടെ എന്ത് സംഭവിക്കും? എക്സിന് -14 ആണ്. സോ -14 + 2 is equal to -12. സോ x × x + 2 is equal to 168 equal to -14 × -12 equal to 168. Therefore, we get the numbers are 12, 14 or -14 -12. So fourth question, find the numbers with sum is 4 and product is 2. നമുക്ക് 2 നമ്പർ കണ്ടുപിടിക്കണം. ആ 2 നമ്പറിന്റെയും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4ഉം കിട്ടണം. ആ 2 നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2ഉം കിട്ടണം. സോ ലെറ്റ് ദ ഫസ്റ്റ് നമ്പർ ബി എക്സ്. നമുക്ക് ആദ്യത്തെ നമ്പറിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. പിന്നെ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് 2 നമ്പേഴ്സ് എന്താണ്? 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് സെക്കൻഡ് നമ്പർ ഇസ് ഈക്വൽ ടു 4 - 6. അതായത് നമ്മുടെ സമ്മിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നതായിരിക്കും നമ്മുടെ സെക്കൻഡ് നമ്പർ. സോ ഫസ്റ്റ് നമ്പർ ഇസ് എക്സ് ആൻഡ് സെക്കൻഡ് നമ്പർ ഇസ് 4 - 6. പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് ആ 2 നമ്പറിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 ആണ്.
സോ നമുക്ക് എഴുതാം എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും 4x മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് -1 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ആ ഇക്വേഷൻ ത്രൂ ഔട്ട് -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ മൈനസ് 4x ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x ഇസ് ഈക്വൽ ടു -2. അതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കുക. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -4 ആണ്. ആ -4ന്റെ ഹാഫ്, അതായത് -2, അതിന്റെ സ്ക്വയർ. അപ്പോൾ എന്താണ്? നമുക്ക് +4 കിട്ടും. അപ്പോൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എങ്ങനെയാണ്? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 4 തന്നെ കിട്ടും. അപ്പൊ നമ്മള് LHSലും RHSലും +4 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഇസ് ഈക്വൽ ടു -2 + 4. അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി നമ്മൾ അതിന്റെ റൂട്ട് എടുക്കുക. സ്ക്വയറിന്റെ എങ്ങനെയാണ് റൂട്ട് എടുക്കുമ്പോഴത്തേക്കും സ്ക്വയർ പോകും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? x മൈനസ് 2 ഇസ് ഈക്വൽ ടു √2 എന്ന് കിട്ടും. അല്ലെങ്കിൽ x മൈനസ് 2 ഇസ് ഈക്വൽ ടു +or-√2 കിട്ടും. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? √2 + 2 കിട്ടും. അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു -√2 + 2 കിട്ടും. സോ നമുക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു √2 + 2ഉം കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു -√2 + 2ഉം കിട്ടി. അത് നമുക്ക് ഫസ്റ്റ് എക്സിന് 2 + √2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 2 + √2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് നമ്പർ എങ്ങനെ കിട്ടും? 4 - x, അതായത് 4 - 2 + √2 ഇസ് ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 - √2 എന്ന് കിട്ടും. പിന്നെ നമ്മൾ എക്സിന് 2 - √2 ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് എങ്ങനെ സെക്കൻഡ് നമ്പർ കിട്ടും? 4 - x, അതായത് 4 - 2 - √2. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കിട്ടും? 2 + √2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടി. 2 - √2ഉം കിട്ടി, 2 + √2ഉം കിട്ടി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളുടെ സം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോ 2 + √2ഉം 2 - √2ഉം കൂടി എടുക്കുമ്പോഴത്തേക്കും അവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4 കിട്ടും. അതേപോലെ തന്നെ 2 + √2ഉം 2 - √2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. 2 ആണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ദ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 + √2ഉം 2 - √2ഉം. So fifth question, how many terms of the arithmetic sequence 99, 97, 95 etc. must be added to get 900? നമ്മളുടെ കയ്യിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. അതിനോട് നമ്മൾ എത്ര ടേംസ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സം 900 കിട്ടും? അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n ആണ്, നമ്പർ ഓഫ് ടേംസ് ആണ്. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് nth ടേം കണ്ടുപിടിക്കാം. nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് dn + f - d. ഇതിൽ d എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ 97 - 99. അപ്പൊ നമുക്ക് -2 കിട്ടും. അപ്പോൾ -2 × n പ്ലസ് എഫ് എന്ന് പറയുന്നത് 99 ആണ്, മൈനസ് ഡി എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ -2n + 99 - -2. അപ്പോൾ xn = -2n + 101 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് കൊണ്ട് നമ്മുടെ സമ്മിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സമ്മിന്റെ ഇക്വേഷൻ ഇതാണ്. സം = x1 + xn × n/2. അപ്പോൾ നമുക്ക് x1 അറിയാം, xn അറിയാം. അപ്പോൾ സമ്മും അറിയാം. സം എന്ന് പറയുന്നത് 900 ആണ്. അപ്പോൾ 900 = 99 + -2n + 101 × n/2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 900 = 200 - 2n × n/2 എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് ഒരു 2 പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. 900 = 100 - n × 2 × n/2. ആ 2 2ഉം തമ്മിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും. സോ നമുക്ക് ആ ഇക്വേഷൻ വീണ്ടും നമ്മൾ ഒന്നുകൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് -n² + 100n = 900 എന്ന് കിട്ടും. ഇതിൽ n² കോഎഫിഷ്യന്റ് -1 ആണ്. അപ്പോൾ നമുക്ക് അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ആ ഇക്വേഷൻ ത്രൂ ഔട്ട് -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് n² - 100n = -900 എന്ന് കിട്ടും. നമുക്കിനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? n-ന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ. സോ ഇവിടെ n-ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് -100 ആണ്. -100ന്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും -50.
മൈനസ് 50യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 25,000. അപ്പോൾ നമ്മളത് LHSലും RHSലും ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് n-50 the whole square is equal to 16,000 എന്ന് കിട്ടും. ഇനി നമ്മൾ അതിന്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും n-50 is equal to root of 16,000 എന്ന് കിട്ടും. root of 16,000 എന്ന് പറയുന്നത് നമുക്ക് 40 ആണ്. സോ പ്ലസ് ഓർ മൈനസ് 40 എന്ന് കിട്ടും. അപ്പോൾ n-50 is equal to നമുക്ക് എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. അല്ലെങ്കിൽ n-50 is equal to നമുക്ക് എന്ത് കിട്ടും? -40 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n is equal to 40 plus 50 is equal to 19 എന്ന് കിട്ടും. അല്ലെങ്കിൽ n is equal to -40 plus 50 is equal to 10 എന്ന് കിട്ടും. സോ നമുക്ക് n ന് രണ്ട് വാല്യൂസ് കിട്ടി. n is equal to 19 കിട്ടി, n is equal to 10 കിട്ടി. അപ്പോൾ നമുക്ക് സം 900 കിട്ടാൻ വേണ്ടി n ന് ഒന്നല്ലെങ്കിൽ 10 എടുക്കാം, അല്ലെങ്കിൽ 19 എടുക്കാം. Question number 6. A rod 28 centimeters long is to be bent to make a rectangle. Sub-question 1. Can a rectangle of diagonal 8 centimeters be made? Sub-question 2. Can a rectangle of diagonal 10 centimeters be made? Sub-question 3. How about a rectangle of diagonal 14 centimeter? Calculate the length of the sides of the rectangle that can be made. So from the question itself, it's clear that the rectangle is having a perimeter 28 centimeter. 28 centimeter length ഉള്ളൊരു റോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 28 ആണ്. ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയഗണൽ 8 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ്. So we have to check whether a rectangle with perimeter 28 and diagonal 8 cm is possible. അപ്പോൾ first perimeter is equal to 2 into L plus B, that is equal to 28 എന്നുള്ളത് നമുക്കറിയാം. From that we can write L plus B is equal to 14. And we know that the diagonal is equal to L square plus B square ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡയഗണൽ 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ കിട്ടുമെന്നാണ്. സോ let's take L square plus B square is equal to 8 square. And it can be expressed as L plus B the whole square minus 12B, and that is equal to 64. And from the equation 1 we know that L plus B is equal to 14. So substituting that we get 14 square minus 12B is equal to 64. Hence 12b is equal to 14 square minus 64, that is equal to 196 minus 64, which is equal to 132. And from that we can write L into B is equal to 66. അതിൽ നിന്ന് നമുക്ക് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എടുത്തെഴുതാൻ പറ്റും. സോ ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 66 ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് കിട്ടും. ഇനി ഈ കിട്ടിയിരിക്കുന്ന ബ്രെഡ്ത്ത് നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനിലെ ബ്രെഡ്ത്തിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് L പ്ലസ് ബ്രെഡ്ത്തിന് പകരം 66 ബൈ L, ദാറ്റ് ഈസ് ഈക്വൽ ടു 14. ഇനി ഈ എൻറ്റയർ ഇക്വേഷനെ L വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിലുള്ള L മാറ്റാനായിട്ട് എൻറ്റയർ ഇക്വേഷനെ L വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് L സ്ക്വയർ പ്ലസ് 66 ഈക്വൽ ടു 14L എന്ന് കിട്ടും. ദാറ്റ് ഈസ് L സ്ക്വയർ മൈനസ് 14L ഇസ് ഈക്വൽ ടു മൈനസ് 66 എന്ന് കിട്ടും. Now by completing the square method, L in the coefficient 14, 14 pagadi 7, 7 the square 49. So adding 49 on the LHS and RHS. So L square minus 14L plus 49 is equal to minus 66 plus 49 എന്ന് വരും. It can be written as L minus 7 the whole square is equal to minus 17. We know that length is always positive. ഇവിടെ length നമുക്ക് കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, minus 17. So we cannot make a rectangle of diagonal 8 cm. And the next sub question is, can a rectangle of diagonal 10 centimeters be made? ഇതേ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഇവിടെയും പെരിമീറ്റർ എന്ന് പറയുന്നത് 2 into L plus B is equal to 28 തന്നെ, L plus B is equal to 14, and here the diagonal L square plus B square is equal to 10 square എന്ന് എടുക്കണം. because the question is diagonal of 10 cm കിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ L square plus B square is equal to 10 square. ഇനി ഫസ്റ്റത്തെ ആൻസറിൽ നമ്മൾ ഫോളോ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ് സെക്കൻഡ്
സബ് ക്വസ്റ്റ്യനിലും ഫോളോ ചെയ്യുന്നത്. സോ L square plus B square is equal to 10 square can be written as L plus B the whole square minus 12B, that is equal to 100, which can be written as 14 square minus 12B is equal to 100. Hence 12B is equal to 14 square minus 100, that is equal to 196 minus 100, that is equal to 96. So L into B is equal to 48. ഇവിടെ നിന്ന് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക. ബ്രെഡ്ത്ത് is equal to 48 by L എന്ന് കിട്ടും. ഇനി ഈ ബ്രെഡ്ത്തിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കംസ് L plus 48 by L is equal to 14. ഇനി ഈ എൻറ്റയർ ഇക്വേഷനെ L വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് L square plus 48 is equal to 14L. അതിനെ നമുക്ക് L square minus 14L is equal to minus 48 എന്ന് എഴുതാം. By completing the square method, we have to add 49 on both the LHS as well as the RHS. So it becomes L square minus 14L plus 49 is equal to minus 48 plus 49. And it becomes L minus 7 the whole square is equal to 1. So we can make a rectangle of diagonal 10 centimeter. Question is to find out the length of the sides of the rectangles that can be made. അപ്പോൾ ഇവിടെ ഡയഗണൽ 10 സെൻറ്റിമീറ്റർ വെച്ചുള്ളൊരു റെക്റ്റാങ്കിൾ പോസിബിൾ ആണ്. ഇനി നമുക്കതിന് സൈഡ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് L minus 7 the whole square is equal to 1 എന്നാണ്. So it can be written as L minus 7 is equal to plus or minus 1. If L minus 7 is equal to plus 1, എങ്കിൽ L is equal to 1 plus 7, that is equal to 8 എന്ന് കിട്ടും. And breadth is equal to 14 minus 8, that is equal to 6. We know that length plus breadth is equal to 14. So breadth is equal to 14 minus the length. So here 14 minus 8 is equal to 6. If L minus 7 is equal to minus 1, then L is equal to minus 1 plus 7, that is equal to 6. And breadth is equal to 14 minus 6, that is equal to 8. So the sides are 6 centimeter and 8 centimeter. Now the third sub question. അവിടെ ചോദിച്ചിരിക്കുന്നത് 14 centimeter ഡയഗണൽ വരുന്ന രീതിയിലൊരു റെക്റ്റാങ്കിൾ കിട്ടുമെന്നാണ്. So we know that the perimeter is 2 into L plus B, which is equal to 28. And from that L plus B is equal to 14. ഇവിടെ ഡയഗണൽ എന്ന് പറയുന്നത് L square plus B square is equal to 14 square എന്ന് വരും. That is L plus B the whole square minus 12B is equal to 196. L plus B എന്നുള്ളത് 14 ആണെന്നറിയാം. So substituting that 14 square minus 12B is equal to 196. Therefore 12B is equal to 14 square minus 196, which is equal to 196 minus 196, which is equal to 0. So we got L into B is equal to 0. Length into breadth equal to 0 എന്ന് ഒരിക്കലും വരില്ല. So we cannot make a rectangle of diagonal 14 centimeters.